ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് പകൽക്കാലം നാം ഒന്നിച്ച് ചിന്തിക്കുവാനായിട്ട് പോകുന്ന വിഷയം നമ്മുടെ സ്വപ്നങ്ങളും നമ്മുടെ ദർശനങ്ങളും അത് നമ്മുടെ യജമാനന്മാരായിട്ട് മാറരുത് എന്നുള്ളതാണ്. കൊലോസി ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരം നാം കാണുന്നു: താഴ്മയിലും ദൂതന്മാരെ ആരാധിക്കുന്നതിലും രസിച്ച് സ്വന്തം ദർശനങ്ങളിൽ പ്രവേശിക്കുകയും തൻ്റെ ജഡമനസ്സിൽ വെറുതെ ചീർക്കുകയും തലകെ മുറുകെ പിടിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ ആരും നിങ്ങളുടെ വിരുദ് തെറ്റിക്കരുത് എന്ന് അവിടെ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. സ്വന്തം ദർശനങ്ങളിൽ പ്രവേശിക്കുക, അല്ലെങ്കിൽ നാം കാണുന്നതായ സ്വപ്നങ്ങളെയും ദർശനങ്ങളെയും നമ്മളുടെ യജമാനന്മാരാക്കി മാറ്റരുത് എന്നുള്ളത് നാം അറിഞ്ഞിരിക്കേണ്ട വിഷയമാണ്. ദൈവത്തിൻ്റെ തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ സ്ഥാനത്ത് മറ്റൊന്നിനും സ്ഥാനം നമ്മൾ കൊടുക്കരുത്. നമ്മുടെ ജീവിതത്തിൽ നാം കൊടുക്കേണ്ടതായ മുഖ്യ സ്ഥാനം അത് ദൈവത്തിനായിരിക്കണം എന്ന് നമ്മെ ദൈവവചനം പഠിപ്പിക്കുന്നു. എന്നാൽ ഈ നാളുകളിൽ നാം കാണുന്നൊരു പ്രത്യേകത, പലരും ദൈവത്തെക്കാട്ടിൽ ഉപരി തങ്ങൾക്ക് ലഭിച്ചതായ സ്വപ്നങ്ങളുടെയും അല്ലെങ്കിൽ തങ്ങൾക്ക് ലഭിച്ചതായ ദർശനങ്ങളുടെയും പുറകെ പോകുന്നതായിട്ട് കാണുന്നു. ദർശനം കൊടുത്ത, സ്വപ്നം കാണിച്ചതായ വലിയവനായിരിക്കുന്ന ദൈവത്തെ മറന്ന് തങ്ങൾക്ക് ലഭിച്ചത് തങ്ങളുടെ യജമാനന്മാരായിട്ട് തീർന്ന് അത് അവരെ നിയന്ത്രിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ ദൈവത്തിൻ്റെ തിരുവചനം നാം പഠിക്കുമ്പോൾ ഇങ്ങനെ നമ്മുടെ സ്വപ്നങ്ങളും നമ്മുടെ ദർശനങ്ങളും നമ്മുടെ യജമാനന്മാരായി മാറുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുമെന്നറിയാമോ? ചില പാകപ്പിഴകൾ സംഭവിക്കുവാൻ ഇടയുണ്ട്. ഒന്നാമതായിട്ട്, നമ്മുടെ ദർശനങ്ങളും നമ്മുടെ സ്വപ്നങ്ങളും നമ്മുടെ യജമാനന്മാരായിട്ട് മാറുമ്പോൾ നമ്മുടെ ആത്മീയ കാഴ്ചപ്പാട് നഷ്ടപ്പെടുവാനായിട്ട് ഇടയുണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കുക. പലരും നല്ല ദർശനത്തോടെയും നല്ല സ്വപ്നങ്ങളോടുകൂടെയും ദൈവത്തിന് വേണ്ടി അനേകം നല്ല കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിച്ച് ശുശ്രൂഷയിലേക്ക് പ്രവേശിച്ചവർ കാലഘട്ടങ്ങൾ മാറി മറിഞ്ഞപ്പോൾ അവർ തങ്ങളുടെ ദർശനത്തിലും അവർ തങ്ങളുടെ സ്വപ്നങ്ങളിലും മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ദൈവവചനത്തിനും ദൈവിക വചന സത്യങ്ങൾക്കും എതിര് നിൽക്കുന്നതായിട്ട് പലപ്പോഴും നമ്മൾ കാണുവാൻ ഇടയായിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു അനുഭവം എന്ന് പറയുന്നത്, ഒരിക്കൽ ഞാനൊരു ദൈവദാസൻ്റെ സഭ സന്ദർശിക്കുവാനായിട്ടിടയായിത്തീർന്നു. ആ സഭയുടെ ഹാളിൽ എഴുതി വച്ചിരുന്നതായ ഒരു വാചകം എന്നെ വളരെയധികം ചിന്തിപ്പിക്കുവാനായിട്ടിടയായിത്തീർന്നു. ആ വാക്യം വായിച്ചതിന് ശേഷം ഞാൻ ആ ദൈവദാസനോട് ഇപ്രകാരം ചോദിക്കുവാനായിട്ടിടയായിത്തീർന്നു: നിങ്ങളുടെ യഥാർത്ഥത്തിലുള്ളതായ നിങ്ങളുടെ ദർശനം എന്താണ് എന്ന്. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ താമസിക്കുന്നതായ ഈ പട്ടണത്തിൽ നിന്ന് അനേകർ വന്ന് സൗഖ്യമായി മടങ്ങിപ്പോകണം എന്നുള്ളതാണ് എന്നുടെ ലക്ഷ്യം, എന്നുടെ സ്വപ്നം, അതാണ് എൻ്റെ ദർശനമെന്ന് പറയുവാനായിട്ട് ഇടയായിത്തീരുന്നു. പ്രിയമുള്ളവരെ, ഈ ഒരു ദർശനം, ഈ ഒരു വാക്ക് നമ്മൾ കേൾക്കുമ്പോൾ ഇതിനകത്ത് വലിയ തെറ്റുകളൊന്നും കാണുവാൻ നമുക്ക് കഴിയത്തില്ല. കാരണം യേശു രോഗികളെ സൗഖ്യമാക്കുന്നവനാണ്, യേശുവിന് അത്ഭുതങ്ങൾ ചെയ്യുവാനായിട്ട് കഴിയും എന്നുള്ളത് ദൈവത്തിൻ്റെ തിരുവചനത്തിൻ്റെ സത്യമാണ്. എന്നാൽ അങ്ങനെ തനിക്ക് ലഭിച്ചിരിക്കുന്നതായ ആ ദർശനത്തിൽ ആത്മാക്കൾ രക്ഷിക്കപ്പെടണമെന്നുള്ളതായ ഒരു വലിയ ദൈവിക ദർശനം തൻ്റെ ദർശനത്തിനകത്ത് ഇല്ലാതെ പോയി എന്നുള്ളതായ യാഥാർത്ഥ്യം നമുക്ക് കാണുവാൻ കഴിയുന്നു.
ദൈവത്തിൻ്റെ തിരുവചനം നാം പഠിക്കുമ്പോൾ വലിയവനായിരിക്കുന്ന ദൈവത്തിന് ഒരു സ്വപ്നമുണ്ടായിരുന്നു, അല്ലെങ്കിൽ ദൈവത്തിന് ഒരു വലിയ ദർശനമുണ്ടായിരുന്നു. എന്തായിരുന്നു ദൈവത്തിൻ്റെ വലിയ ദർശനം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വലിയ സ്വപ്നമെന്നുള്ളത്? വീണുപോയതായ മനുഷ്യനെ വീണ്ടും ദൈവത്തോട് അടുപ്പിക്കുക എന്നുള്ളതായിരുന്നു ദൈവത്തിൻ്റെ വലിയ ദർശനം. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 15-ാമത്തെ വാക്യം മുതൽ നാം ദൈവവചനം വളരെ ശ്രദ്ധയോടുകൂടെ പഠിക്കുമ്പോൾ എല്ലാ പുസ്തകങ്ങളിലും എല്ലാ അധ്യായങ്ങളിലും വലിയവനായിരിക്കുന്ന ദൈവത്തിൻ്റെ ആഗ്രഹം അതിനുള്ളിൽ മറഞ്ഞിരിക്കുന്നത് വീണുപോയ മനുഷ്യൻ വീണ്ടും ദൈവത്തോട് അടുക്കുക എന്നുള്ളതാണ്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാമത്തെ വാക്യം വായിക്കുമ്പോൾ തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കണമെന്നുള്ളത് ദൈവത്തിൻ്റെ സ്വപ്നമാണ്. 2 പത്രോസിൻ്റെ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം വായിക്കുമ്പോൾ കർത്താവിൻ്റെ വരവിൻ്റെ താമസത്തിന് കാരണമായിട്ട് പത്രോസ് അവിടെ പറയുന്നത്, ആരും നശിച്ചു പോകാതെ എല്ലാവരും നിത്യജീവൻ പ്രാപിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അവൻ താമസിക്കുന്നു എന്നേ ഉള്ളൂ എന്നാണ്. അപ്പോൾ ദൈവത്തിൻ്റെ സ്വപ്നം എന്ന് പറയുന്നത് മാനവരാശി ദൈവത്തോട് അടുക്കുക, അല്ലെങ്കിൽ ആ നിത്യരക്ഷയുടെ ഭാഗമായി തീരുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ വലിയ സ്വപ്നം. പിതാവായ ദൈവത്തിൻ്റെ ഹൃദയത്തിലെ സ്വപ്നം ഇതാണ്: സകല മനുഷ്യരും തന്നിൽ വിശ്വസിക്കണമെന്നും തന്നിലേക്ക് മടങ്ങി വരണമെന്നും അഥവാ രക്ഷ പ്രാപിക്കണമെന്നുള്ളത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. വലിയവനായിരിക്കുന്ന ദൈവം ഇതേ സ്വപ്നം തൻ്റെ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ് തൻ്റെ പുത്രനായിരിക്കുന്ന ക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് അയച്ചത്. കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ വന്ന് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കുമ്പോൾ ആ ദൈവിക പദ്ധതി തൻ്റെ പുത്രനായിരിക്കുന്ന ക്രിസ്തുവിലൂടെ സകല മാനവരാശിയിലേക്കും പരക്കണമെന്നുള്ളത് ദൈവത്തിൻ്റെ കാഴ്ചപ്പാടാണ്. അതുകൊണ്ടാണ് പറയുന്നത്, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിന് മുമ്പ് അവൻ പറഞ്ഞു, ഞാൻ പോകുന്നത് നല്ലത്, ഞാൻ പോയാലോ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനെ നിങ്ങൾക്ക് വേണ്ടി അയച്ചു തരും. അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അവൻ സ്വയമായി ഒന്നും സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. നോക്കണമേ, ഇവിടെ പിതാവായ ദൈവം തൻ്റെ സ്വപ്നം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി പുത്രനായിരിക്കുന്ന ക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് അയച്ചു. പുത്രനായിരിക്കുന്ന ക്രിസ്തു മരിച്ച് അടക്കപ്പെട്ടതിന് ശേഷം ഇതാ തൃത്വങ്ങളിൽ മൂന്നാമനായിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ ദൈവം ലോകത്തിലേക്ക് അയക്കുവാനായിട്ടിടയായി തീർന്നു. എന്തിനു വേണ്ടി? പിതാവിൻ്റെ ഹൃദയത്തിലുള്ളതായ ആ വലിയ ദൗത്യം ഈ ലോകത്തിൽ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി യേശു ക്രിസ്തു തന്നെ 12 അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുത്തു. അപ്പോസ്തലന്മാരോട് മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൽ കർത്താവ് പറഞ്ഞത്, നിങ്ങൾ ഭൂലോകം ഒട്ടുക്കും പോയി സകല ജാതികളെയും ശിഷ്യരാക്കണമെന്നുള്ളതാണ്. നോക്കണമേ, പിതാവായ ദൈവത്തിൻ്റെതായ സ്വപ്നം പുത്രനായ ക്രിസ്തുവിലേക്ക് കൈമാറി അതേ ദർശനത്തോടെ പരിശുദ്ധാത്മാവാകുന്ന ദൈവം ലോകത്തിൽ വർക്ക് ചെയ്യുന്നു. ആ ദൗത്യം പിന്നീട് തൻ്റെ അപ്പോസ്തലന്മാരെ ഏൽപ്പിക്കുവാനായിട്ടിടയായി തീർന്നു. അപ്പോസ്തലന്മാരിലൂടെ പുതിയ നിയമസഭയിലേക്ക് അത് കൈമാറി. എന്നാൽ ഒരു കാര്യം നാം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം, ദൈവം തൻ്റെ സ്വപ്നം പുത്രനിലൂടെ പുത്രനിലേക്ക് കൈമാറിയപ്പോൾ അതിന് കോട്ടം തട്ടിയിരുന്നില്ല. പുത്രനിൽ നിന്ന് അതേ ദൗത്യം പരിശുദ്ധാത്മാവാകുന്ന ദൈവം ഏറ്റെടുത്തപ്പോൾ ആ ദൗത്യത്തിന് കോട്ടം സംഭവിച്ചില്ല. അത് അപ്പോസ്തലന്മാരുടെ കയ്യിൽ വന്നപ്പോൾ അതിന് കോട്ടം സംഭവിച്ചില്ല. എന്നാൽ എപ്പോൾ ഇത് സഭയുടെ കരങ്ങളിലേക്ക് വന്നപ്പോൾ ദുരുപദേശങ്ങൾ കൊണ്ടും പലവിധമായ ദുർവ്യാധികൾ കൊണ്ടും ആ ദൈവത്തിൻ്റെ സ്വപ്നത്തെ പിശാച് വികലമാക്കി കളയുവാനായിട്ട് ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അതിന് വ്യത്യസ്തതയുണ്ടായി.
ദൈവത്തിൻ്റെ വലിയ സ്വപ്നം പൂർത്തീകരിക്കുവാൻ ഇന്ന് പലപ്പോഴും സഭകളും പ്രസ്ഥാനങ്ങളും ഉപദേശ വിരുദ്ധങ്ങളും അതിന് തടസ്സമായിട്ട് വ്യാപരിക്കുന്നു. എന്തുകൊണ്ടെന്നറിയാമോ? ദൈവത്തിൻ്റെ ദർശനം, ദൈവം കൊടുത്തതായ സ്വപ്നങ്ങൾ അവരുടെ യജമാനന്മാരായിട്ട് തീർന്നപ്പോൾ ദൈവവചന സത്യത്തിന് വേണ്ടി നിൽക്കുവാൻ ആർക്കും മനസ്സില്ലാതായി. തങ്ങളുടെ സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി വിവിധ രൂപത്തിലുള്ളതായ ദുർവ്യാഖ്യാനങ്ങളെ കൂട്ടുപിടിച്ച് വലിയവനായിരിക്കുന്ന ദൈവത്തിൻ്റെ സ്വപ്നത്തെ പിശാച് വികലമാക്കി കളയുവാൻ ശ്രമിക്കുന്ന കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ഒന്നോർക്കുക, സ്വപ്നങ്ങൾ നമ്മുടെ യജമാനന്മാരായിട്ട് തീരുമ്പോൾ നമ്മുടെ ആത്മീക കാഴ്ചപ്പാടുകൾ നഷ്ടപ്പെടുവാനായിട്ടിടയുണ്ട്. അടുത്തതായിട്ട് ഇതുകൊണ്ടുണ്ടാകുന്ന വേറൊരു ദോഷമെന്ന് പറയുന്നത് യാഥാർത്ഥ്യങ്ങളല്ലാത്തതായ പ്രതീക്ഷകൾ വെച്ചു പുലർത്തുവാൻ ഇത് ഇടയാകും. അൺറിയലിസ്റ്റിക് എക്സ്പെക്റ്റേഷൻ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുവാനായിട്ട് ഇടയായി തീരും. ഇതിന് ഉത്തമ ഉദാഹരണം നമുക്ക് പലപ്പോഴും നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന് കാണുവാൻ കഴിയും. നിങ്ങൾക്കൊരു സ്വപ്നമുണ്ടെങ്കിൽ ആ സ്വപ്നത്തിൽ പൂർത്തീകരണം സംഭവിക്കുവാൻ ചില പ്രശ്നങ്ങളുണ്ട്, ചില പ്രതികൂലങ്ങളുണ്ട്. വിവിധ സന്ദർഭ സാഹചര്യങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോയിട്ട് വേണം ആ സ്വപ്നം പൂർത്തീകരിക്കുവാൻ. എന്നാൽ ഇതൊന്നും സംഭവിക്കത്തില്ല എന്ന് പറയുന്നതായ പഠിപ്പിക്കലുകൾ യാഥാർത്ഥ്യത്തിന് വിരുദ്ധമായിട്ടുള്ളതായ പ്രതീക്ഷകളെ ജനത്തിൻ്റെ ഹൃദയത്തിൽ കുത്തിവെക്കുന്നതാണ്. മൂന്നാമതായിട്ട് ഉള്ള ഒരു പ്രത്യേകത, സ്വപ്നങ്ങളും ദർശനങ്ങളും നമ്മുടെ യജമാനന്മാരായിട്ട് മാറുമ്പോൾ ദൈവം നൽകിയതായ കടമകളും കടപ്പാടുകളും അഥവാ ഉത്തരവാദിത്തങ്ങളെ അവഗണിക്കുന്ന ഒരു കൂട്ടർ ഇന്നും ലോകത്തിലുണ്ട് എന്ന് നാം മനസ്സിലാക്കുക. ദൈവം നമുക്ക് നൽകിയ, അതായത് മനുഷ്യന് നൽകിയ, ശുശ്രൂഷകന്മാർക്ക് നൽകിയ ചില കടമകളുണ്ട്, കടപ്പാടുകളുണ്ട്, നമ്മുടെ ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ ഉത്തരവാദിത്തങ്ങളെ അവഗണിക്കുന്നത് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ആപത്തുകളെ വിളിച്ചു വരുത്തുവാനായിട്ടിടയായി തീരും. ഇതിന് ഉദാഹരണങ്ങളിലൊന്നാണ് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കുടുംബ ബന്ധം ഒരു തടസ്സമായെന്ന് പഠിപ്പിക്കുന്നത്. വിവാഹബന്ധം, ശുശ്രൂഷ ചെയ്യുന്നവന് വിവാഹബന്ധം ആവശ്യമില്ല, അല്ലെങ്കിൽ വിവാഹം ചെയ്യരുത് എന്ന് പഠിപ്പിക്കുന്നത് ഇതിലൊരു ഉപദേശമാണ്. 1 തിമോഥെയോസിന്റെ ലേഖനം 4-ാം അധ്യായം 3-ാമത്തെ വാക്യം വളരെ സ്പഷ്ടമായിട്ട് പറയുന്നു, ഇത് ഭൂതങ്ങളുടെ ഉപദേശമാണ്. വിവാഹം അല്ലെങ്കിൽ കുടുംബ ബന്ധങ്ങൾ, വ്യക്തിബന്ധങ്ങൾ, സാമൂഹിക ബന്ധങ്ങൾ, ഇതൊന്നും ഒരുവന്റെ ശുശ്രൂഷയ്ക്കോ ആത്മീക ജീവിതത്തിനോ തടസ്സമാകുന്നു എന്ന് ദൈവത്തിൻ്റെ തിരുവചനം പഠിപ്പിക്കുന്നില്ല. ചിലർ പറയുന്നത് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് വിവാഹം കഴിച്ചിട്ടില്ല, അതുകൊണ്ട് നമുക്കും അങ്ങനെ ആയിരിക്കാം എന്നുള്ളതാണ്. അവനവന് വരം ലഭിച്ചതുപോലെ അവനവൻ ദൈവസന്നിധിയിലായിരിക്കണമെന്ന് പൗലോസ് തന്നെ പറയുന്നുണ്ട്. അതേ പൗലോസ് ആ അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ടൊരു കാര്യം പറയുന്നു. എന്താണ് താൻ പറയുന്നത്? 1 കൊരിന്ത്യരുടെ പുസ്തകം അതിൻ്റെ 7-ാം അധ്യായം അതിൻ്റെ 20-30 വാക്യത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്: ഇനിയും ഭാര്യമാരുള്ളവർ ഇല്ലാത്തവരെ പോലെയും, കരയുന്നവർ കരയാത്തവരെ പോലെയും, സന്തോഷിക്കുന്നവർ സന്തോഷിക്കാത്തവരെ പോലെയൊക്കെ ആയിരിക്കണമെന്നുള്ളതാണ്. അപ്പോൾ കുടുംബം അല്ലെങ്കിൽ കുടുംബ ബന്ധങ്ങൾ നമ്മുടെ ആത്മീക ജീവിതത്തിന് വളർച്ചയ്ക്കോ അതൊരു തടസ്സമല്ല എന്ന് മനസ്സിലാക്കണം. വിവാഹം വിലക്കുന്നത് ദുരുപദേശമാണ്, അത് പൈശാചിക ഉപദേശമാണെന്ന് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാം മനസ്സിലാക്കണം. കർത്താവ് ശുശ്രൂഷകരെ തിരഞ്ഞെടുക്കുമ്പോൾ ശുശ്രൂഷകന്മാരോട് പറഞ്ഞത് അവർ കുടുംബത്തെ നന്നായിട്ട് ഭരിക്കുന്നവരായിരിക്കണം. അതിൻ്റെ അർത്ഥം കുടുംബം ഒരു തടസ്സമായിരുന്നെങ്കിൽ ഒരിക്കലും വലിയവനായിരിക്കുന്ന ദൈവം ഇതിനെ ഏതനിൽ വെച്ച്, നിങ്ങൾക്കറിയാമോ ആരാണ് കുടുംബ ബന്ധങ്ങളെ സ്ഥാപിതമാക്കിയത്? വലിയവനായിരിക്കുന്ന ദൈവമാണ്. അപ്പോൾ വിവാഹം വേണ്ട, വിവാഹം ആത്മീക ജീവിതത്തിന് തടസ്സമാണ്, വിവാഹം വിലക്കുന്നത് ഇത്
ഒരു സ്വന്തം ദർശനമാണ്, അല്ലെങ്കിൽ ഇത് ദൈവവചനത്തിന് വിരുദ്ധമായ ഉപദേശമാണ് എന്ന് നാം മനസ്സിലാക്കുക. അപ്പോൾ നമ്മുടെ സ്വന്തം ദർശനങ്ങളും നമ്മുടെ സ്വപ്നങ്ങളും നമുക്ക് യജമാനന്മാരായിട്ട് തീരുമ്പോൾ നമ്മൾ കടമകളെയും കടപ്പാടുകളെയും നമ്മുടെ ഉത്തരവാദിത്തങ്ങളെയും അവഗണിക്കുന്നവരായിരിക്കും എന്ന് മനസ്സിലാക്കുക. അടുത്തതായിട്ട് ഇതിൻ്റെ ഒരു പ്രത്യേകത, നമുക്ക് നിരാശ കൊണ്ടുവരുവാനിടയുണ്ട്. നാം നമ്മുടെ സ്വപ്നങ്ങൾക്കും നമ്മുടെ ദർശനങ്ങൾക്കും യജമാനൻ്റെ സ്ഥാനം കൊടുത്ത് അത് നമ്മളെ നിയന്ത്രിക്കുമ്പോൾ എന്തു പറ്റുമെന്നറിയാമോ? നാം നിരാശയുടെ പടുകുഴിയിലേക്ക് വീണു പോകുവാനിടയുണ്ട്. ഒന്നുമല്ലെങ്കിൽ നാം എന്തു ചെയ്യുമെന്നറിയാമോ? ദുരുപദേശം പഠിപ്പിച്ച് സഭയുടെ പ്രത്യാശ, വിശ്വാസികളുടെ പ്രത്യാശ അവരുടെ ഹൃദയങ്ങളിൽ നിന്ന് എടുത്തു കളയുന്നവരായിട്ട് മാറും. 2 തിമോത്തിയോസിന്റെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് പറയുന്നു, ഹ്യൂമനിയോസും പിലത്തോസും ഇങ്ങനെയുള്ളവരായിരുന്നു. അവർ കർത്താവിൻ്റെ വരവ് സംഭവിച്ചു കഴിഞ്ഞു എന്ന് പഠിപ്പിച്ച് അവരുടെ ദുരുപദേശം അർബുദം പോലെ ആ കാലഘട്ട സഭകളിൽ കാർന്നു തിന്നുവാനായിട്ടിടയായി തീർന്നു. സ്വന്തം ദർശനങ്ങളിൽ പ്രവേശിക്കുക. സ്വന്തം ദർശനങ്ങളിൽ പ്രവേശിച്ച് അവരെന്ത് പറയുമെന്നറിയാമോ? സ്വന്തം ദർശനങ്ങളിൽ പ്രവേശിച്ചവർ ചെയ്യുന്നൊരു പ്രത്യേക ദർശനങ്ങളുള്ളവരാണ് തങ്ങളെന്ന് പറഞ്ഞ് മറ്റുള്ളവരുടെ മുമ്പിൽ ശ്രേഷ്ഠരാകാൻ ശ്രമിക്കുന്നവർ. ഇവർ എന്താണെന്നറിയാമോ? ഇവർ സ്വന്തം ദർശനങ്ങൾക്ക് കീഴ്പ്പെട്ടവരാ. അവരുടെ ദർശനവും അവരുടെ സ്വപ്നവും അവർക്ക് യജമാനന്മാരായി തീർന്നത് കൊണ്ടാണ് അവർ പറയുന്നത്, പ്രത്യേക ദർശനങ്ങൾ ഞങ്ങൾക്കുള്ളവരാണ് എന്ന് പറഞ്ഞ് മറ്റുള്ളവരിൽ നിന്ന് അവർ ശ്രേഷ്ഠരാകുവാനായിട്ട് ശ്രമിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ള ദൈവജനമേ, നമ്മുടെ സ്വപ്നങ്ങളും നമ്മുടെ ദർശനങ്ങളും അല്ല നമ്മളെ നിയന്ത്രിക്കേണ്ടത്. നമ്മെ എക്കാലത്തും എപ്പോഴും നമ്മെ നിയന്ത്രിക്കേണ്ടത് വലിയവനായിരിക്കുന്ന ദൈവമാണ് എന്ന് നാം പഠിക്കുക. നമുക്ക് സ്വപ്നങ്ങളും നമുക്ക് ദർശനങ്ങളും നമ്മുടെ ഹൃദയത്തിൽ തന്നവൻ ആരാണ്? അവനെയാണ് നാം ആരാധിക്കേണ്ടത്, അവരെയാണ് നാം സേവിക്കേണ്ടത്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഒരിക്കലും നമ്മുടെ സ്വപ്നങ്ങളും നമ്മുടെ ദർശനങ്ങളും നമ്മുടെ യജമാനന്മാരായിട്ട് തീരരുത്. അങ്ങനെ തീർന്നാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആത്മീക കാഴ്ചപ്പാടിനെ അത് നഷ്ടപ്പെടുത്തുവാനായിട്ടിടയായി തീരും. യാഥാർത്ഥ്യബോധത്തിന് നിരക്കാത്തതായ ചില പ്രതീക്ഷകൾ വെച്ചു പുലർത്തുവാനായിട്ടിടയായി തീരും. അത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കടമകളെയും നമ്മുടെ കടപ്പാടുകളെയും നമ്മുടെ ഉത്തരവാദിത്തങ്ങളെയും അവഗണിക്കുന്നതിനത് കാരണമായിട്ട് തീരും. അതുമാത്രമല്ല, നമ്മുടെ ജീവിത അവസാനം വലിയ നിരാശയിലായിട്ട് മാറുവാനുമിടയുണ്ട്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നമ്മുടെ ദർശനങ്ങളും നമ്മുടെ സ്വപ്നങ്ങളും നമ്മുടെ യജമാനന്മാരാകരുത്. നമ്മുടെ യജമാനനും നമ്മുടെ യജമാനൻ നമ്മുടെ വലിയവനായിരിക്കുന്ന കർത്താവായിരിക്കണം. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.